പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4-ാമത്തെ യൂണിറ്റിലെ 1-ാമത്തെയും 2-ാമത്തെയും പാഠങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് 3-ാമത്തെ പാഠം പഠിക്കാം. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ജാസിമും കുടുംബവും കൂടെ കാറിൽ കയറി പോകുന്നതാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? കാറിൽ കയറി അവരെങ്ങോട്ടാണ് പോയത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല. അവർ പോയത് ഹദിയഖത്തു തിഫ്ലിലേക്കാണ്. എന്താണ് ഹദിയഖത്തു തിഫ്ല്? ചിൽഡ്രൻസ് പാർക്കില്ലേ? നമ്മൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ പാർക്കിൽ പോകാറുണ്ടല്ലേ? അങ്ങനെ അവർ പാർക്കിലേക്കാണ് പോകുന്നത്. അസ്സയ്യാറത്തു അമാമൽ ഹദിയഖത്തി, കാറ് പാർക്കിന്റെ മുമ്പിലാണ്. അങ്ങനെ കാർ എവിടെ എത്തി? പാർക്കിന്റെ മുമ്പിലെത്തി. ഇതാണ് പാർക്ക്, അല്ലേ? പാർക്കിന്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇവരൊക്കെ കാറിൽ നിന്നും ഇറങ്ങി. അൽ ഹാരിസു അമാമൽ ബവാബ. ഹാരിസ്, ആരാണ് ഹാരിസ്? ഇതാണ് ഹാരിസ്. തൊപ്പിയൊക്കെ വെച്ച് കാണുന്നില്ലേ? ആരാണ്? സെക്യൂരിറ്റി, അല്ലേ? ഈ പാർക്കിന്റെ സെക്യൂരിറ്റിയാണ് ഇദ്ദേഹം. സെക്യൂരിറ്റിക്ക് അറബിയിൽ എന്താണ് പറയുക? ഹാരിസ് എന്ന് പറയും. അപ്പോൾ ഇവര് കാറ് നിർത്തി ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ ആരെ കണ്ടു? സെക്യൂരിറ്റിയെ കണ്ടു, ഹാരിസിനെ കണ്ടു. എവിടെയാണ് ഹാരിസ് നിൽക്കുന്നത്? അമാമൽ ബവാബ, ബവാബത്തിന്റെ മുമ്പിൽ. എന്താണ് ബവാബത്ത്? ഗേറ്റ്. ഗേറ്റിന്റെ മുമ്പിൽ ആര് നിൽക്കുന്നുണ്ട്? ഹാരിസ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഹദീഖത്തു തിഫ്ലിന്റെ ഗേറ്റ്, പാർക്കിന്റെ ഗേറ്റ്. അങ്ങനെ ഇവർ പാർക്കിനകത്തേക്ക് കയറാൻ പോവുകയാണ്. പാർക്കിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം, അല്ലേ? ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉപ്പ ടിക്കറ്റ് വിൻഡോയിലേക്ക് പോയി. ശുബാക്കുത്തദ്ക്കിറ, ടിക്കറ്റ് വിൻഡോ. ഇതാണ് ടിക്കറ്റ് എടുക്കാനുള്ള വിൻഡോ. അതിനകത്ത് നിന്നും അവിടെയുള്ള ആള് ടിക്കറ്റ് കൊടുക്കും, അല്ലേ? ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. ഓരോ ടിക്കറ്റിനും പൈസ ഉണ്ടാകും. എത്ര ആളാണ് ഇവരുള്ളത്? 5 പേരുണ്ട്, അല്ലേ? അപ്പോൾ 5 ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ വിൻഡോയ്ക്കകത്തുള്ള ആള് ചോദിക്കുകയാണ്, കം തദ്ക്കിറത്തൻ, എത്ര ടിക്കറ്റ് വേണം? കം എന്ന് പറഞ്ഞാൽ എത്ര, തദ്ക്കിറ ടിക്കറ്റ്. കം തദ്ക്കിറത്തൻ എന്നാണ് ജാസിമിന്റെ ഉപ്പയോട് അതിനകത്തിരിക്കുന്ന ആള് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ടിക്കറ്റ് വേണം? അപ്പോൾ ജാസിമിന്റെ ഉപ്പ പറയുന്നു, ഹംസ്. എത്ര വേണം? 5. ഹംസ് എന്താണ്? 5. നമ്മൾ പഠിച്ചതാണ്, അല്ലേ? എണ്ണം. 5 ടിക്കറ്റ് ഞങ്ങൾക്ക് വേണം. എന്തിനാ 5 ടിക്കറ്റ്? ഇവർ 5 പേരില്ലേ? ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ജാസിമുണ്ട്, ലൈലയുണ്ട്, പിന്നെയോ അവരുടെ ചെറിയ അനിയത്തി കൂടെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് 5 ടിക്കറ്റുകൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റുകൾ കൊടുത്തു. ഇവര് എവിടെ കയറി? പാർക്കിനുള്ളിലേക്ക് കയറി. ടിക്കറ്റിന് എന്താ പറയാ? തദ്ക്കിറത്ത് ടിക്കറ്റ്. കം എന്ന് ചോദിച്ചാൽ എത്രയാ? എന്താണ് കം? എത്ര. കം തദ്ക്കിറ, എത്ര ടിക്കറ്റ് വേണം എന്നാണ് ചോദിച്ചത്. അപ്പൊ 5 എന്ന് പറഞ്ഞ അവരുള്ളിൽ കയറി. ഇതാണ് നമ്മുടെ ഹാരിസ്, അല്ലെ? ഹാരിസുൻ, സെക്യൂരിറ്റി, കാവൽക്കാരൻ, ഗേറ്റ് കീപ്പർ, ഹാരിസ്. അങ്ങനെ ഇവര് പാർക്കിനകത്ത് കയറിയപ്പോൾ എന്ത് കണ്ടു? ഒരു സൈൻ ബോർഡ് കണ്ടു. എന്താണ് സൈൻ ബോർഡ്? ലൗഹത്തുൽ ഇർഷാദാത്ത് സൈൻ ബോർഡ്. അതായത് ഇവരുടെ ഈ പാർക്കിനകത്തുള്ള ഓരോ റൈഡുകളും എവിടെയാണ് ഉള്ളത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ്, അല്ലേ? ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓരോ ഐറ്റംസും, ഓരോ റൈഡുകളും ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന്. മേലെ നോക്കൂ, ഒരു വിമാനത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ? എന്നിട്ട് ത്വയ്യാറത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ത്വയ്യാറത്ത് എന്ന് പറഞ്ഞാൽ വിമാനം. വിമാനത്തിന് അറബിയിൽ പറയുന്ന പേരാണ് ത്വയ്യാറത്ത്. ത്വയ്യാറത്ത് എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക്, മഞ്ഞ നിറത്തിൽ ആരോ മാർക്ക് കാണുന്നില്ലേ? വലതുവശത്തേക്ക് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? വിമാനത്തിൽ കയറണമെങ്കിൽ
ആ ഏരോ മാർക്ക് കാണിക്കുന്ന ഭാഗത്തേക്ക് പോയാൽ മതി അല്ലേ, വലത് ഭാഗത്തേക്ക് പോയാൽ മതി. അവിടെ വിമാനമുണ്ടാകും. ഏത് വിമാനമാണ്? പാർക്കിനകത്തുള്ള ചെറിയ വിമാനം അല്ലേ, കയറിയാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ചെറിയ വിമാനം. പിന്നെയോ ഒരു കമ്പിയുടെ മേലെ കൂടെയാണ് ആ വിമാനം പോവുക അല്ലേ. അതെ. അടുത്തത് ഖിത്വാർ. രണ്ടാമത്തെ ചിത്രം എന്താണ്? ഖിത്വാർ. എന്താ ഖിത്വാർ? തീവണ്ടി അല്ലേ. അത് ഇങ്ങേ ഭാഗത്തേക്കാണ് ഏരോ മാർക്ക് ഇട്ടത്, ഇടത് ഭാഗത്തേക്ക്. അപ്പം എന്ത് മനസ്സിലാക്കാം? ഇടത് ഭാഗത്തേക്ക് പോയാൽ തീവണ്ടി കാണാം അല്ലേ, അതിൽ കയറാം. അടുത്തത് സയ്യാറത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. സയ്യാറത്ത് കാർ, കുട്ടികൾ ഇരുന്ന് ഓടിക്കുന്ന കാർ ഉണ്ടാവും അല്ലേ, ആ കാറിൽ കയറണമെങ്കിൽ ഈ ഏരോ മാർക്ക് കാണിക്കുന്ന ഭാഗത്തേക്ക്, അതായത് വലത് ഭാഗത്തേക്ക് തന്നെ പോയാൽ മതി. എന്നാൽ സയ്യാറത്തിൽ കയറാം. പിന്നെ ദറാജത്ത്, സൈക്കിൾ ഓടിക്കാൻ പറ്റും അല്ലേ, അത് ഏരോ മാർക്കുള്ള ഭാഗത്തേക്ക് പോയാൽ ആ സൈക്കിളും നമുക്ക് ലഭിക്കും. അങ്ങനെ ഇതാണ് ലൗഹത്തുൽ ഇർഷാദാത്ത്, സൈൻ ബോർഡ് അല്ലേ. ഇതിൽ നോക്കിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ അവർ പോയില്ലേ. പോയപ്പോൾ അവരെന്ത് കണ്ടു? തീവണ്ടിയുടെ ഭാഗത്തേക്കാണ് അവർ പോയത്. തീവണ്ടി കണ്ടു അല്ലേ. തീവണ്ടിക്ക് എന്താ പറയുക? ഖിത്വാർ. അപ്പോ ജാസിമ പറയുകയാണ്, ബാബ ബാബ, ഉപ്പ ഉപ്പ, നർക്കബുൽ ഖിത്വാറ, നമുക്ക് തീവണ്ടിയിൽ കയറാം. നർക്കബു അൽ ഖിത്വാറ, നമുക്ക് ഈ തീവണ്ടിയിൽ കയറാം എന്ന് ആര് പറഞ്ഞു? ജാസിമ പറഞ്ഞു. പാർക്കിൽ പോയാൽ വെറുതെ നിൽക്കുവോ? ഇല്ലല്ലേ, നമുക്ക് അവിടെയുള്ള റൈഡുകളിലൊക്കെ കയറണം. അങ്ങനെ ജാസിം പറയുകയാണ്, നമുക്ക് ഈ തീവണ്ടിയിൽ, ഈ ഖിത്വാറിൽ കയറാം. അങ്ങനെ അവരെന്ത് ചെയ്തു? ഖിത്വാറിൽ കയറി. ഖിത്വാറിൽ കയറിയപ്പോൾ അവരൊരു പാട്ട് പാടി. ആ പാട്ടാണിത്. തൂത്തു ഖിത്വാർ. തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ ജമീലുൻ, തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ തവീലുൻ, തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ സരീഉൻ, തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ ജമീലുൻ, തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ ജമീലുൻ, തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ തവീലുൻ, തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ സരീഉൻ, തൂത്തു ഖിത്വാറുൻ ഖിത്വാറുൻ ജമീലുൻ. നല്ല പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവര് തീവണ്ടിയിൽ യാത്ര. ഈ തീവണ്ടിയിൽ അവരെന്ത് ചെയ്യുന്നത്? അവിടെ ചുറ്റിക്കറങ്ങുന്നത് അല്ലേ. ഖിത്വാറുൻ ജമീലുൻ, നല്ല മനോഹരമായ തീവണ്ടിയാണ്. ഖിത്വാറുൻ തവീലുൻ, നീളമുള്ള തീവണ്ടിയാണ്. ഖിത്വാറുൻ സരീഉൻ, സ്പീഡിൽ പോകുന്ന തീവണ്ടിയാണ്. ഖിത്വാറുൻ ജമീലുൻ, മനോഹരമായ ബ്യൂട്ടിഫുൾ തീവണ്ടിയാണ് അല്ലേ, ബ്യൂട്ടിഫുൾ ട്രെയിൻ. അങ്ങനെ ആ ട്രെയിനിൽ അവർ കയറി. പിന്നെ ഇതാ അതേ പാട്ട് തന്നെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. കൂക്കു ഖിത്വാറുൻ ഖിത്വാറുൻ ജമീലുൻ. നേരത്തെ തൂത്തു എന്നാണ് പാടിയത്, ഇപ്പോൾ കൂക്കു അല്ലേ. കൂക്കു ഖിത്വാറുൻ ഖിത്വാറുൻ ജമീലുൻ, കൂക്കു ഖിത്വാറുൻ ഖിത്വാറുൻ തവീലുൻ. ഇവിടെ ഖിത്വാറുൻ എന്ന് എഴുതിയിട്ടില്ല, പകരം ഖിത്താറ് വരച്ച് കാണിക്കുകയാണ് ചെയ്തത് അല്ലേ. കൂക്കു ഖിത്വാറുൻ ഖിത്വാറുൻ സരീഉൻ, കൂക്കു ഖിത്വാറുൻ ഖിത്വാറുൻ ജമീലുൻ. പാടി നോക്കൂ. തീവണ്ടി കാണുന്ന ഭാഗത്ത് ഖിത്വാറുൻ എന്ന് പറയുക. അപ്പോൾ നേരത്തെ പാടിയതുപോലെ തന്നെ പാടാൻ പറ്റും. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എഴുതണം. ഇവിടെ കുറേ അക്ഷരങ്ങൾ കാണുന്നില്ലേ? ഉണ്ട്. നടുവിൽ ഒരു അക്ഷരമുണ്ട് അല്ലേ, മഞ്ഞ നിറത്തിലുള്ള വട്ടത്തിൽ. അതേതാണ് അക്ഷരം? ആ അക്ഷരമാണ് വാവ്. വാവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, അലിഫ് കൊണ്ട് ആ എന്ന് നീട്ടാൻ പറ്റും അല്ലേ. അതേപോലെ ഊ എന്ന് നീട്ടാൻ വേണ്ടിയാണ് വാവ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെയുള്ള അക്ഷരങ്ങൾ നോക്കാം. ഒന്നാമത്തെ അക്ഷരം ബു എന്നാണ് അല്ലേ. ബു എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ വാവ് എഴുതിയാൽ എന്ത് വായിക്കും? ബൂ എന്ന് നീട്ടി വായിക്കാം. പിന്നെയോ ബു എന്ന് എഴുതി അതിൻ്റെ കൂടെ വാവ്, പിന്നെ മീം അല്ലേ, വര പോകുന്നത് നോക്കിക്കോളൂ. ബൂയിൽ നിന്നും വാവിലേക്ക് വരഞ്ഞു, വാവിൽ നിന്നും മീമിലേക്ക്. അപ്പോൾ ബൂമുൻ എന്നായി അല്ലേ. ബൂമുൻ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയുള്ള വാക്കുകൾ നമ്മൾ പൂരിപ്പിക്കണം. അടുത്ത വാക്ക് നോക്കൂ.
അടുത്ത അക്ഷരം ബാഇന്റെ അടിയിലുള്ള അക്ഷരം ഏതാണ്? തു ആണ് അല്ലെ. തു. തു എന്ന് തുവിൽ നിന്നും എങ്ങോട്ടേക്ക് വരഞ്ഞു? വാവിലേക്ക് വരഞ്ഞു. അപ്പോൾ തു എഴുതിയിട്ട് വാവ് എഴുതിയാൽ തു എന്ന് നീട്ടണം. അതിൽ നിന്നും പിന്നെ എങ്ങോട്ട് വരഞ്ഞു? തായിലേക്ക് വരഞ്ഞു അല്ലെ. അപ്പോൾ തൂത്തുൻ എന്ത് വായിക്കും? തൂത്തുൻ എന്ന് വായിക്കും. നമ്മൾ അതിവിടെ എഴുതുക. തൂത്തുൻ എന്ന് അവിടെ എഴുതി. അതിന്റെ അടിയിൽ ദു എന്നാണുള്ളത് അല്ലെ. ദു. ദു വാവിലേക്ക് വരഞ്ഞു അല്ലെ. അപ്പോൾ ദു. ദു എഴുതിയിട്ട് വാവ് എഴുതിയാൽ ദു എന്ന് നീട്ടണം. പിന്നെയോ വാവിൽ നിന്ന് പിന്നെ നേരെ എങ്ങോട്ടേക്ക് വരഞ്ഞു? ദാലിലേക്ക് വരഞ്ഞു. അപ്പോൾ ദൂതുൻ അതവിടെ എഴുതുക. ദൂതുൻ. പിന്നെയോ സ്വാദാണ് അല്ലെ. സ്വാദിന് ലമുണ്ട്. അപ്പൊ സു. സു എന്ന് എങ്ങോട്ടേക്ക് വരഞ്ഞു? വാവിലേക്ക് വരഞ്ഞു. അപ്പൊ സ്വാദ് കഴിഞ്ഞിട്ട് വാവ് എഴുതുക. സൂ എന്നാകും. പിന്നെ വീണ്ടും സ്വാദ്. സ്വാദിലേക്കാണ് വരഞ്ഞത് അല്ലെ. അപ്പൊ സൂസുൻ. സൂസുൻ എന്നും എഴുതുക. ഓക്കെ. ഉ എന്ന് നീട്ടാൻ വേണ്ടിയാണ് വാവ് ഉപയോഗിക്കുന്നത്. ആ എന്ന് നീട്ടാൻ വേണ്ടി അലിഫ്. ശരി. ഇനി ഇവരിങ്ങനെ ഖിത്വാറിൽ നിന്നും ഇറങ്ങി വീണ്ടും മുമ്പോട്ട് പോയി. വീണ്ടും പോയപ്പോൾ എന്ത് കണ്ടു? ബാബ ബാബ, ഉപ്പ ഉപ്പ, തൊയ്യാറ, വിമാനം അല്ലേ. ജാസിമാണ് വിമാനം കണ്ടത്. ജാസിം പറയുകയാണ് ബാബ തൊയ്യാറ, വിമാനം അതാ ഉപ്പ. അപ്പം ഉപ്പ എന്ത് പറഞ്ഞു? താൽ വരൂ നത്തീർ, നമുക്ക് പറക്കാം. താൽ വരൂ നത്തീർ, നമുക്ക് പറക്കാം. വരൂ നമുക്ക് വിമാനത്തിൽ കയറി പറക്കാം എന്ന് പറഞ്ഞപ്പോൾ ജാസിം ചോദിക്കുകയാണ് കൈഫ നർക്കബു, നമ്മൾ എങ്ങനെ കയറും? വിമാനം മേലെയാണുള്ളതല്ലേ, എങ്ങനെ കയറും? കയറാനുള്ള കോണിയൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ. അങ്ങനെ അവര് വിമാനത്തിൽ കയറി. വിമാനത്തിൽ കയറിയപ്പോൾ ജാസിം പറയുകയാണ് അജീബ് അജീബ്, അത്ഭുതം അത്ഭുതം അല്ലേ. വിമാനം മേലെ കൂടിയാണ് പോവുക അല്ലേ. മേലെ ഒരു കമ്പി ഉണ്ട് അല്ലേ, അതിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ നല്ല രസകരമായിരിക്കും വിമാനത്തിൽ പോകാൻ. അജീബ് അജീബ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആര് വന്നു? ഒരു ഖുറാബ് വന്നു അല്ലേ, കാക്ക. ഹായ് ഖുറാബ്. കാക്ക അല്ലേ. ഹായ് ഖുറാബ്. കാക്കക്ക് ഖുറാബ് എന്നാണ് പറയുക. ഖുറാബ്. അങ്ങനെ കാക്കയൊക്കെ കണ്ടു അവര് പാർക്കിൽ ട്രെയിനിലും വിമാനത്തിലും ഒക്കെ കയറി. ഇനി ഇവിടെ കുറെ വാക്കുകളുണ്ട് അല്ലേ. ഒന്നാമത്തെ വാക്ക് എന്താണ്? ത്വയ്യാറ, വിമാനം. ആദ്യത്തെ അക്ഷരം എന്താണ്? ചുവന്ന നിറത്തിൽ ത്വാ. ആ അക്ഷരത്തിന്റെ പേരാണ് ത്വാ. ത്വായിന് ഫത്ത് കിട്ടപ്പോൾ ത്വാ. ത്വയ്യാറ, വിമാനം. അടുത്ത വാക്ക് എന്താണ്? ഖിത്വാർ. ഇവിടെയും ത്വാ ഉണ്ട് അല്ലേ. ഖി എന്നതിന് ശേഷം ത്വാ കാണാം. ഖിത്വാർ. ത്വാ എന്ന് നീട്ടാൻ വേണ്ടി അലിഫിട്ടിരിക്കുന്നു. ഖിത്വാർ. പിന്നെ അവസാനത്തത് ദറാജ, സൈക്കിൾ. സൈക്കിൾ എന്താ പറയുക? ദറാജ. ഇനി നുലവിനു നമുക്ക് നിറം കൊടുക്കാം. ഇവിടെ ഒരു വർദ്ധത്തുണ്ട് അല്ലേ, പനിനീർ പൂവുണ്ട്. ഇതിന് നിറം കൊടുക്കണം. അഹ്മർ അഹ്ലർ. അഹ്മർ ചുവപ്പ്, അഹ്ലർ പച്ച. അഹ്മർ എവിടെ കൊടുക്കും? പൂവിന് അഹ്മർ കൊടുക്കും, ഇലക്ക് അഹ്ലർ കൊടുക്കും. അത് നിങ്ങൾ നിറം നൽകുക. അതിനുശേഷം ഇവര് പാർക്കിൽ നിന്നും പുറത്തിറങ്ങി എങ്ങോട്ടേക്ക് പോയി? ഒരു മഹല്ലു ലുഅബത്തിലേക്ക്, ഒരു ടോയ് ഷോപ്പിലേക്ക് പോയി. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോയി. അവിടെ കടയുടെ ആള് ചോദിക്കുകയാണ് മാതാ തുരീദു, എന്താണ് വേണ്ടത്? എന്താ ചോദിക്കുന്നത്? മാതാ തുരീദു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോ ജാസിം പറയുകയാണ് ഉരീദു ലുഅബത്ത്, എനിക്കൊരു ലുഅബത്ത് വേണം. ലുഅബത്ത് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം. ലുഅബത്ത് കളിപ്പാട്ടം. ജാസിം പറഞ്ഞു ഉരീദു ലുഅബ, എനിക്കൊരു ലുഅബത്ത് വേണം. അപ്പോൾ വ അൻതി, നിനക്കെന്ത് വേണമെന്ന് ചോദിക്കുകയാണ് കടക്കാരൻ. ആരോട്? ലൈലയോട്. അപ്പൊ ലൈല എന്താ പറയുന്നത്? ഉരീദു ജവ്വാൽ, എനിക്കൊരു മൊബൈൽ ഫോൺ വേണം. ഉരീദു എനിക്ക് വേണം, ജവ്വാൽ എന്ത് വേണം? ജവ്വാൽ വേണം, മൊബൈൽ ഫോൺ വേണം. മൊബൈൽ ഫോൺ ഇതാ ഇവിടെ ഉണ്ടല്ലേ. എന്താണ് മൊബൈൽ ഫോൺ? ടോയ് മൊബൈൽ ഫോൺ ആണല്ലേ, ശരിയായ മൊബൈൽ ഫോൺ അല്ല. എനിക്കത് വേണം എന്ന് ആര് പറഞ്ഞു? ലൈല പറഞ്ഞു. അങ്ങനെ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരൻ ലൈലയ്ക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. തഫല്ലൽ എന്ന് ഈ കടക്കാരനാണ് പറയുന്നത്. ഇതിന്റെ ചിഹ്നം അങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലേ.
അങ്ങനെ മൊബൈൽ ഫോൺ ലൈലക്ക് കൊടുക്കുകയാണ്. എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ലൈലക്ക് മൊബൈൽ ഫോൺ കൊടുത്തു. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ലുഅബത്ത്, കളിപ്പാട്ടം. ലുഅബത്ത് മീൻസ് കളിപ്പാട്ടം, ടോയ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ലാം. ലാമിന് ലം ഇട്ടിരിക്കുന്നു, അപ്പോൾ ലു എന്ന് വായിക്കും അല്ലേ? ലുഅബത്ത്, കളിപ്പാട്ടം. പിന്നെയോ ഇത് ജവ്വാലാണ് അല്ലേ, മൊബൈൽ ഫോൺ. ആദ്യത്തെ അക്ഷരം എന്താണ്? ജീം. ഇതിനെന്താ പറയുക? ജീം. ജീമിന് ഫതഹ് ഇട്ടിരിക്കുന്നു, ജ എന്ന് വായിക്കും അല്ലേ? ജവ്വാൽ, മൊബൈൽ ഫോൺ. വാക്കുകളൊക്കെ ഓർത്ത് വെക്കണം. ഇതാരാണ്? ഖുറാബ്, കാക്ക. ഈ അക്ഷരമാണ് ഗൈന്. ഗൈനിന് മേലെ ലം, അപ്പോൾ ഹു എന്ന് വായിക്കും അല്ലേ? ഖുറാബുൻ, കാക്ക. വാക്കുകൾ ഓർത്ത് വെക്കുകയും വേണം, വായിക്കാനും എഴുതാനും പഠിക്കുകയും വേണം. ഓക്കെ, ഇത്രയും മതി. ബാക്കി പാഠം അടുത്ത വീഡിയോയിൽ പറയാം.